ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു ഷോപ്പിങ്ങും അതുപോലെ തന്നെ നല്ലൊരു ചിക്കൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ടുള്ള ഒരു വ്ളോഗായിട്ടാണ്. വീഡിയോ നിങ്ങൾ മൊത്തത്തിൽ കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ലൈക്കും കൂടി ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇപ്പം ഞാൻ ആദ്യം വന്നിട്ടുള്ളത് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിലേക്കാണ്. ഞാൻ സ്ഥിരമായിട്ട് ഇവിടുത്തെ സാധനങ്ങൾ വാങ്ങിക്കലുണ്ട് കേട്ടോ, ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിന്ന്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇത് ക്രിസ്മസിൻ്റെ ഒരു സമയമല്ലേ, അപ്പോൾ ഒരുപാട് സെയിലും അതുപോലെ തന്നെ പുതിയ പ്രോഡക്ട്സും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഞാൻ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിലേക്ക് വന്നതാട്ടാ. ഈ ഒരു റെഡ് കളറിൽ ഇത് ഞാൻ കഴിഞ്ഞ ദുബായിൽ എന്താ പോയിട്ടുള്ളപ്പോൾ അവിടുത്തെ ബാത്ത് ആൻഡ് ബോഡി നല്ല മണാട്ട അത് വാങ്ങിച്ചിട്ടുണ്ടായി. പിന്നെ ഈ ഒരു ഗ്രീൻ കളറ് ഞാൻ എൻ്റെ അടുത്ത് ഉള്ള ഒരെണ്ണത്തിൻ്റെ അതേ ഇതായിരിക്കും ഒരു 3 വർഷം മുമ്പ് ക്രിസ്മസിന് വാങ്ങിച്ചിട്ടുള്ള അതിൻ്റെ സ്മെല്ലായിരിക്കും എന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അല്ലട്ട, ഒരു പൊട്ട പെപ്പർമെൻറ്റിൻ്റെ എല്ലാം സ്മെല്ലായിരുന്നു അത്. ഇത് ഈ കാണിച്ച ഗ്രീൻ ഇപ്പം ഇത് പിന്നെ ഇത് ക്രിസ്മസിൻ്റെ ഒരു സമയം കൊണ്ട് ഇറങ്ങിയതാണ്. ഞാൻ മുമ്പ് ഇത് കണ്ടിട്ടില്ല. ഇവിടെ ഈ ഇരിക്കുന്ന മൊത്തം ഇങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിൽ എന്താ പറയുക, സ്നോ വൈറ്റ് അങ്ങനെയൊക്കെയുള്ള ഈ കുട്ടികളുടെ ആ ഒരു തീമിലുള്ളതാണെന്ന് തോന്നുന്നു. അതിൽ ഫെസ്റ്റീവ് ഫ്രാഗ്രൻസസ് എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത് അവിടെ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് അതും ഞാൻ എടുത്തിട്ടുണ്ടായി. പിന്നെ ഇത് എന്താ വെൽവെറ്റ് ഊതുന്നോ എന്തോ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പണ്ട് ഇത് മുമ്പ് ഞാൻ ഇവിടെ കണ്ടിട്ടില്ല, പക്ഷെ ഇപ്പം ഇത് ഇവിടുത്തെ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൽ കാണുന്നുണ്ട് കേട്ടോ. മുമ്പ് ഉണ്ടായിരുന്നതാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ കാണാഞ്ഞാണോ എന്ന് അറിയില്ല കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ ഇത് ബൈ 3 ഗെറ്റ് 2 ഫ്രീ അല്ല ഗെറ്റ് 1 ഫ്രീ അങ്ങനെയൊക്കെ കുറേ അധികം ഓഫേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു ക്രിസ്മസിൻ്റെ സമയത്ത് എൻ്റെ അടുത്ത് വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇത്രയധികം എങ്ങനെയാണ് വാങ്ങിക്കുന്നത് എന്നൊക്കെ. ഞാനത് ഒറ്റയടിക്ക് വാങ്ങിക്കുന്നതല്ല കേട്ടോ. ഞാൻ ഇത് ഈ പോഡി മിസ്റ്റൊക്കെ ഒരു 3 വർഷം ആയതുവരെയൊക്കെ എൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ. ഞാനതിങ്ങനെ പുതിയത് വാങ്ങിക്കുമ്പോൾ പഴയ നമ്മൾ എന്താ പറയുക അങ്ങനെ യൂസ് ചെയ്യില്ല, അപ്പം അങ്ങനെ ഇരിക്കുന്നതാട്ടാ. എന്താ ഈ ഒരു ഇതില്ലേ, ഈ ഒരു ബോഡി ക്രീം ഇത് നല്ലൊരു ക്യാൻഡിയുടെയൊക്കെ ഒരു നല്ലൊരു മണാട്ടോ അത്. അതും ഞാൻ വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം എന്തൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളതെന്ന്. അപ്പോൾ ഇതാട്ടാ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് എന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ അടുത്തായിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു ലൊവീസ എന്ന് പറയുന്ന ഈ ഒരു കടയിലേക്കാണ്. ഇവിടെ ഞാൻ ഇടയ്ക്ക് വരലുണ്ട്. കുഞ്ഞു കുഞ്ഞു മാലയും കമ്മലൊക്കെ കിട്ടൂട്ടോ ഇവിടെ, നല്ല അടിപൊളിയായിട്ടുള്ളത്. അപ്പോൾ ഇതിവിടെ ഉള്ളൊരു ചെയിന ഈ ലൊവീസ എന്ന് പറയുന്നത്. ഇവിടെയുള്ളൊരു ചെയിനാണെന്ന് ഞാൻ മുമ്പ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ കുറച്ചധികം ഷോപ്സ് ഇതിൻ്റെ ഉണ്ട് എന്നാണ് എല്ലായിടത്തും. അപ്പോൾ ആരോ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനുള്ളത് ന്യൂസിലാൻഡിലാണോ എന്ന്. ന്യൂസിലാൻഡിലല്ല കേട്ടോ ഞാനുള്ളത്. അതുപോലെ ഈ ലൊവീസ എന്ന് പറയുന്നത് ഇഫ് ഐ ആം നോട്ട് റോങ് ഇതൊരു ഓസ്ട്രേലിയൻ ചെയിനാണ്. അപ്പോൾ ഇതിവിടെ ഒരുപാട് ഉണ്ട് ഇതിൻ്റെ കടകൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇപ്പം ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ക്രിസ്മസിൻ്റെ തീമിലുള്ള ഒരുപാട് ഓർണമെന്റ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു കമ്മലില്ലേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ ഞാൻ കുറേ നേരം ഇതിങ്ങനെ നോക്കി നിന്നിട്ട് അത് വാങ്ങിക്കണോ വേണ്ടെന്ന് വെച്ചിട്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ക്രിസ്മസ് സമയമായതുകൊണ്ട് തന്നെ ഇതങ്ങനെ ഓഫർ പ്രൈസിലൊന്നും ഇല്ല. പിന്നെ മാത്രമല്ല ഇത് വാങ്ങിച്ചാൽ നമ്മൾ ഈ ഒരു സമയത്ത് മാത്രം ക്രിസ്മസിൻ്റെ ആ ഒരു സീസണിൽ മാത്രമാണ് നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അത് 1-2 വട്ടമൊക്കെ അല്ലേ നമുക്ക് എന്തെങ്കിലും ഗ്യാതറിങ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ, അപ്പോൾ ഇടാൻ പറ്റുള്ളൂ. പിന്നെ ഇത് പൂട്ടിയെടുത്ത് വെക്കുക ചെയ്യുക. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു ഇത്രയും ഇത് കൊടുത്തിട്ട് ഇത് വാങ്ങിക്കണോ, 1-2 വട്ടം എടുത്തിട്ട് പിന്നെ എടുത്ത് വെക്കാനല്ലേ. ചില സമയത്ത് ഇതിരുന്നാൽ ചിലപ്പോൾ ചീത്തയായി പോയാലോ എന്നൊക്കെ എനിക്കൊരു പേടിയിട്ട്. അങ്ങനെ എനിക്കിതുവരെ പറ്റിയിട്ടൊന്നും ഇല്ല, എന്നാലും ഒരു ടെൻഷൻ. അപ്പോൾ പിന്നെ മോൾക്കൊക്കെ ആണെങ്കിൽ സ്കൂളിലേക്ക് കഴിഞ്ഞ വർഷം ഞാൻ വാങ്ങിച്ചത് ഉണ്ടായിരുന്നു, ഇവിടെ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ ഈ വർഷവും ക്രിസ്മസ് സെലിബ്രേഷന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്കൂളിലൊക്കെ സെലിബ്രേഷൻ ഓൾറെഡി കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഇതുപോലെ ഇങ്ങനെ ക്രിസ്മസ് ട്രീൻ്റെ ഷേപ്പിലൊക്കെ ഉള്ള ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണാനായിട്ട്. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നേരം നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ചു പോകും കേട്ടോ. അത്രയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സാധനമൊക്കെ. പക്ഷെ ഇത് ഒരു വല്ലപ്പോഴല്ലേ ഇടാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ പിന്നെ അത് വാങ്ങിച്ചില്ല. വാങ്ങിച്ചത് ഞാൻ വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ.
അപ്പം ഞാൻ ആദ്യം ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് എന്ന് വാങ്ങിച്ചിട്ടുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ഇത്ര അധികം എങ്ങനെയാണ് വാങ്ങിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കൂടിയിട്ട് ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഡീറ്റെയിൽസ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അത് എനിക്കറിയുന്ന കാര്യം ഞാനിതാ ഇപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ആദ്യം ഞാൻ വാങ്ങിച്ചിട്ടുള്ള ബോഡി മിസ്റ്റുകൾ കാണിച്ചു തരാം. ഇത് ബ്രൈറ്റ് ക്രിസ്മസ് മോർണിംഗ് എന്തോ പറഞ്ഞിട്ടുള്ള ഒരു ബോഡി മിസ്റ്റാട്ടാ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ വാങ്ങിക്കുന്നത്. ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് ഇതിൻ്റെ ഒരു മണം. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു ബോഡി ലോഷനും കൂടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഞാൻ ബോഡി മിസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു ഇതിൻ്റെ പേര് ഞാൻ മറന്നു പോയിട്ടാണ്. ഈ ഒരു ഗോൾഡൻ കളറിലുള്ള ഈ ഒരു ബോഡി മിസ്റ്റ് ആയിരുന്നു. ഇതും ആ ഒരു ക്രിസ്മസ് കളക്ഷനിൽ ഉണ്ടായിരുന്നത്, അവിടെ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പേര് എന്തോ മറന്നു പോയിട്ടാ. അപ്പോൾ അതും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബോഡി മിസ്റ്റും കൂടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഇട്ടാണ് വാങ്ങിച്ച 3 എണ്ണത്തിൽ. നല്ല മണമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ തന്നെ ബോഡി ലോഷനും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ബോഡി ലോഷനിൽ ആദ്യത്തേത് ഈ ഒരു ബ്രൈറ്റ് ക്രിസ്മസ് മോർണിംഗ് എന്ന് പറയുന്ന ഈ ഒരു ലോഷൻ. ഇതിൻ്റെ തന്നെ ബോഡി മിസ്റ്റും കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബോഡി മിസ്റ്റും ബോഡി ലോഷനും കൂടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സെറ്റിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 3 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 2 എണ്ണം ഓഫറിൽ ഫ്രീ ആയിരുന്നു. അങ്ങനെ എന്തോ ഒരു ഓഫറായിരുന്നു അത്. അപ്പോൾ ഇത് ക്രിസ്മസ് സമയത്ത് ധാരാളം ഉണ്ടാവും കേട്ടോ, ഈ ഒരു ഓഫർ ഉണ്ടാവും. പിന്നെ ഇതില്ലേ, ഇതേ ഒരു ഇതിൻ്റെ തന്നെയാണ് ഈ ഒരു ബോഡി മിസ്റ്റിൻ്റെ അതേ ബോഡി ലോഷൻ ആട്ടോ. അത് അടിപൊളി മണാട്ടോ. അതുകൊണ്ട് തന്നെ അത് ഞാൻ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ബോഡി ലോഷൻ ഞാൻ 2 എണ്ണം വാങ്ങിച്ചു കേട്ടോ. അതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സ്മെല്ല് വാങ്ങിക്കണം. ബാത്ത് ആൻഡ് ബോഡിയുടെ പല ഇത് വാങ്ങിക്കലുണ്ടെങ്കിലും ഈ ഒരെണ്ണം ഞാൻ ആദ്യമായിട്ടാട്ടോ ട്രൈ ചെയ്യുന്നത്. അത് അവിടെ വെച്ച് നോക്കിയപ്പോൾ തന്നെ നല്ല ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു മണം. അതാണ് ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഫെയറി ടെയിൽ എന്ന് പറയുന്ന ഈ ഒരു ബോഡി ലോഷനും കൂടിയിട്ട് ബോഡി ലോഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ബോഡി മിസ്റ്റും ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് എടുത്തിട്ടില്ല. എനിക്കിത് ബോഡി ലോഷൻ മാത്രം മതിയായിരുന്നു. ഞാൻ ബോഡി ലോഷൻ പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഇത് ഈ ഒരു ബോഡി ലോഷനും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പേരുകൾ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. പിന്നെ ഇതൊക്കെ ബോഡി ലോഷൻ ഞാൻ അധികം യൂസ് ചെയ്യും കേട്ടോ. എനിക്ക് ഡ്രൈ സ്കിന്നുള്ളത്, അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ബോഡി ലോഷൻസ് കുറേ അധികം യൂസ് ചെയ്യും. അതുകൊണ്ട് ഞാൻ കൂടുതൽ വാങ്ങിക്കും കേട്ടോ. പിന്നെ ഈ ഒരു ബോഡി ലോഷനും കൂടി ഇതിന് ഞാൻ അവിടെ നല്ല ക്യാൻഡിയുടെ ഒക്കെ ഒരു മണാട്ടോ അതിന്. അപ്പോൾ ഇത്രയാണ്. ഇത് രണ്ടും ഒരു റേഞ്ചിൽ വരുന്നത് തോന്നുന്നു, ഈ ഒരു പിങ്കും ഈ ഒരു യെല്ലോയും. അങ്ങനെ അപ്പോൾ ഇത്രയാട്ടോ ഞാൻ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് വാങ്ങിച്ചിട്ടുള്ള ഇത് എന്താ പറയുക, ബോഡി ലോഷനും മിസ്റ്റുകളും ഒക്കെ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞത്, ഞാനിങ്ങനെ ഓഫേഴ്സ് ഉള്ള സമയത്ത് ഞാൻ വാങ്ങിക്കും കേട്ടോ. പ്രത്യേകിച്ച് ക്രിസ്മസ് സമയത്തൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ടാവും. ഇതിപ്പോൾ 3 എണ്ണം വാങ്ങിക്കുമ്പം 1 എണ്ണം ഫ്രീ ആയിട്ടുള്ളത് ഉണ്ടായിരുന്നു. അപ്പം 4 എണ്ണം ഇല്ലേ. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. ഞാനത് അവിടെ വീഡിയോ എടുക്കുന്ന സമയത്ത്. അപ്പം ഞാൻ അങ്ങനെ, പിന്നെ മാത്രമല്ല, ഇപ്പം നിങ്ങൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ഉള്ള കളക്ഷൻസ് കണ്ടില്ലേ ബാത്ത് ആൻഡ് ബോഡിയുടെ, അതിൻ്റെ കൂടെ ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് പിന്നെ അക്യുമുലേറ്റ് ആവുകയല്ലേ ചെയ്യുന്നത്. അപ്പം അതുപോലെ തന്നെ പെർലി യൂസ് ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ, അല്ലാതെ എല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങിക്കണതൊന്നും അല്ലട്ടാ. ക്രിസ്മസ് കളക്ഷനിലുള്ളതാണ് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ. അവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒന്നും പ്രൈസ് ഒന്നും അവരങ്ങനെ കുറച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഓഫേഴ്സ് ഉണ്ടെങ്കിലും, അതായത് 2 എണ്ണം വാങ്ങിക്കുമ്പം 1 എണ്ണം ഫ്രീ എന്നൊക്കെ ഉണ്ടെങ്കിലും ഒന്നിൻ്റെയും പ്രൈസ് കുറച്ചിട്ടൊന്നുമില്ല കേട്ടോ. പ്രൈസ് കുറച്ചതിന് ശേഷം അങ്ങനെയല്ല, പ്രൈസ് സാധാരണ ഉള്ളത് തന്നെ വില വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇങ്ങനെ ഓഫേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ളൂ. അപ്പം ഇത് സാധാരണയായിട്ട് എപ്പോഴൊന്നും ഇങ്ങനെ കാണലില്ല കേട്ടോ. ഇത് ക്രിസ്മസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫെസ്റ്റിവലിൻ്റെ സമയത്തൊക്കെ ഞാൻ കൂടുതലും ക്രിസ്മസിൻ്റെ സമയത്താണ്
ബാത്ത് ആൻഡ് ബോഡി വർക്സിൽ ഏറ്റവും കൂടുതൽ. പിന്നെ ഞാൻ വേറെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ ബാത്ത് ആൻഡ് ബോഡി വർക്സിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ കയറി നോക്കും. പക്ഷേ ഇത്ര കൂടുതൽ വാങ്ങിക്കൽ ഇവിടുന്ന് തന്നെ ക്രിസ്മസിൻ്റെ ഒക്കെ സമയത്ത് ഇങ്ങനെ ഓഫേഴ്സൊക്കെ ഉള്ളപ്പോൾ വാങ്ങിക്കും. എനിക്ക് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ ഈ ബോഡി ലോഷനൊക്കെ ഞാൻ യൂസ് ചെയ്യൂട്ടാ. ഇനിയിപ്പോൾ അടുത്തായിട്ട് ലൊവീസന്ന് വാങ്ങിച്ചിട്ടുള്ളത് എന്താണെന്ന് കാണിച്ചു തരാം. ഞാനൊന്നും അധികം ഒന്നും വാങ്ങിച്ചിട്ടില്ല. അവിടെ 4 ഇയറിങ്സ് മാത്രമല്ല, എന്തെങ്കിലും 4 എടുത്തിട്ടുണ്ടെങ്കിൽ $25 എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് 4 $25. ഏത് ആ ഒരു ഇതിലുണ്ടായിരുന്ന 4. അപ്പം ഞാനിങ്ങനെ 4 ഇയറിങ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടുന്ന് സ്ഥിരമായിട്ട് വാങ്ങിക്കലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടമാണ്. അപ്പോൾ അങ്ങനെ 4 ഇയറിങ്സ് അവിടുന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. ലൊവീസയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്കുള്ള കുക്കിംഗ് ആട്ടാ. ഇന്നിപ്പോൾ ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ഒരു സാലഡും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ ചിലപ്പോൾ അതിൻ്റെ കൂടെ പുട്ട് ഉണ്ടാക്കും തോന്നുകയാണെങ്കിൽ, അങ്ങനെ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ ചിക്കൻ റോസ്റ്റ് ഈ ഒരു റെസിപ്പി ഞാൻ ഷെയർ ചെയ്യാം. കുറേ മുന്നേ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അടിപൊളി റെസിപ്പി ആട്ടാ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാമല്ലോ. അപ്പോൾ ഞാൻ ഷെയർ ചെയ്യാം. ഇതിൽ നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നല്ല ഇട്ടാ ഇടുക. ഇതിൽ ഇങ്ങനെ മൊത്തത്തിലുള്ള മല്ലി മുളകൊക്കെ വെറുത്തതിന് ശേഷം ചെയ്യുക. ഒരു പഴയ റെസിപ്പി ആട്ടാ ഇത്. എനിക്കൊരു 12-13 വർഷം അതിൽ കൂടുതലെങ്കിലും ആയിട്ടുണ്ടാവും ഞാൻ ഈ ഒരു റെസിപ്പി കിട്ടിയിട്ട്. അതിനുശേഷം ഇത് ഞാൻ അന്ന് തുടങ്ങി ഉണ്ടാക്കലുണ്ട് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിലേക്ക് വറ്റൽമുളകും മല്ലിയും കുരുമുളകും ആയിട്ടിട്ടുള്ളത്. കുരുമുളക് 1 ടീസ്പൂൺ എല്ലാം ഇട്ടിട്ടുള്ളൂ. നമ്മുടെ കയ്യിലുള്ള ചിക്കൻ എത്രയാണോ അതിൻ്റെ അളവനുസരിച്ചിട്ട് ഇതൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുക്ക് ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടാവുമല്ലോ ഇത്ര ചിക്കൻ എത്ര മല്ലി വേണം മുളക് വേണം എന്നൊക്കെ, അതനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഇത് 3 കൂടിയിട്ട് മല്ലിയും മുളകും കുരുമുളകും കൂടിയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം, കരിഞ്ഞ് പോവാണ്ടെന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ തണുത്ത് വരാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം വേണം ഇത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ടത് കേട്ടോ. ഇനിയിപ്പോൾ ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കനിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ആദ്യം ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടില്ലേ മല്ലി മുളകും കുരുമുളകും എല്ലാം കൂടിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊന്ന് ഒരു 1/4 ഭാഗത്തോളം ഈ ഒരു ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കും കേട്ടോ. എന്നിട്ട് ബാക്കി ഉള്ളത് മാറ്റി വെച്ചിട്ടുണ്ടാവും. അത് കുക്ക് ചെയ്യുന്ന സമയത്ത് ആവശ്യമുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിലൊരു 1/4 ഭാഗത്തോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മണിക്കൂറെങ്കിലും മിനിമം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനിയിപ്പോൾ ഒരു റെസിപ്പി ചെയ്യണത് നെയ്യിലാണ് കേട്ടോ. വെളിച്ചെണ്ണ എല്ലാം യൂസ് ചെയ്യുക. നെയ്യ് യൂസ് ചെയ്യണത് അതിന് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ ഒരു കാസ്റ്റ് അയണിൻ്റെ പാത്രമായിട്ടാണ് എടുത്തിട്ടുള്ളത്. കാസ്റ്റ് അയണിൻ്റെ പാത്രത്തിലോ അല്ലെങ്കിൽ മണ്ണിൻ്റെ ഈ ചട്ടിയില്ലേ അതിലേക്ക് ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റ് ആവും കേട്ടോ ഇതിന്. അപ്പോൾ ഇതിലേക്ക് ഞാൻ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും കുഞ്ഞുള്ളിയും വേപ്പിലാട്ട എടുത്തിട്ടുള്ളത്. ചേർക്കാനായിട്ട് വേറൊന്നും എടുത്തിട്ടില്ല. വെളുത്തുള്ളി എടുത്തിട്ടില്ല. ഇതിലേക്ക് വെളുത്തുള്ളി ചേർക്കില്ല. അപ്പോൾ ചൂടായ നെയ്യിലേക്ക് ആദ്യം കുറച്ച് ഇഞ്ചി ഇട്ടതിന് ശേഷം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കും. അതൊന്ന് വേണ്ടി വരുമ്പോഴേക്ക് പിന്നെ നമ്മുടെ വേപ്പിലയും അതുപോലെ തന്നെ ഈ എടുത്ത് വെച്ചിട്ടുള്ള ഇപ്പോൾ ഇതൊരു 20 കുഞ്ഞുള്ളിയെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നൊരു പകുതിയല്ല ഒരു 1/4 ഭാഗത്തോളം ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കും കേട്ടോ. ഇനിയിപ്പോൾ ഒരു ഇഞ്ചിയും വേപ്പിലയും കുഞ്ഞുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴേക്ക് അങ്ങനെ കരിഞ്ഞു പോകാണ്ടൊന്ന് മൂത്ത് വരില്ലേ നന്നായിട്ട് ഒന്ന് വഴണ്ടി വന്നപ്പോഴേക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അരച്ചെടുത്ത മസാല, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു മസാല ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക.
അതിൻ്റെ ആ ഒരു മണമില്ലേ അതൊന്ന് മാറുന്ന വരുന്ന റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു മിനിറ്റ് എല്ലാം മതിയാവും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കാസ്റ്റ് അയണിൻ്റെ പാത്രത്തിലൊക്കെ ചെയ്യുമ്പോൾ ചൂട് നോക്കി ചെയ്യുക കേട്ടോ, പെട്ടെന്ന് കരിഞ്ഞു പോകും, നല്ല ചൂടായിരിക്കുന്നതല്ലേ. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് റോസ്റ്റായി വന്നതിന് ശേഷം ഇതിലേക്കിനി നമ്മൾ നേരത്തെ റെഡിയാക്കി മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചിക്കനില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചിക്കനിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാര്യം ഇത് ഈ കാസ്റ്റേൻ്റെ പാത്രമായത് കാരണം ചിലപ്പോൾ അടിയിൽ പിടിച്ചാലോ എന്ന് വെച്ചിട്ട് ചൂട് നല്ലോണം ഉണ്ടാവുമല്ലോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്താലും. അപ്പം നോൺ സ്റ്റിക്കിലെല്ലാം ചെയ്യുകയാണെങ്കിൽ ഒഴിക്കണ്ട കേട്ടോ, ചിക്കനിൽ നിന്ന് വരുന്ന വെള്ളം മാത്രം മതിയാവും, അത് തന്നെ മതിയാവും. അപ്പം ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം കൂടിയിട്ട് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്, ഇളക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ കുക്കാവുന്ന ആ ഒരു സമയം കൊണ്ട് ഒരു സാലഡും കൂടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ക്യുക്കുംബറും ടൊമാറ്റോ പിന്നെ അവക്കാഡോയും ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്യുക്കുംബർ ഇതിൻ്റെ തോല് കളയണമെന്നൊന്നും ഇല്ല കേട്ടോ. എനിക്ക് പക്ഷേ ഇതിൻ്റെ തോല് കളഞ്ഞിട്ട് കഴിക്കാനാണ് ഇഷ്ടം, അത് കാരണം തോല് കളയണത്. സാധാരണ ഇതിൻ്റെ ഒരു തോലാരും അങ്ങനെ കളയാറില്ല എന്ന് തോന്നുന്നു, ഞാൻ എന്തായാലും കളയലുണ്ട് അങ്ങനെ. അപ്പോൾ അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ്. വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് മുറിച്ച്, ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ സാധാരണ മുറിക്കണ പോലെ തന്നെ അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതുപോലെ ഇതിലേക്ക് ഞാൻ ചെറി ടൊമാറ്റോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മറ്റേ ടൊമാറ്റോ ഇല്ലേ സാധാരണ അതും ചേർത്ത് കൊടുക്കാം, പക്ഷേ ചെറി ടൊമാറ്റോ ആകുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ ടേസ്റ്റ് ആട്ടാ സാലഡ്സിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ എൻ്റെ അടുത്തത് ഉണ്ടായിരുന്നു, അപ്പോൾ അത് കാരണം ഞാൻ ചെറി ടൊമാറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് അവക്കാഡോ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതും ഇതുപോലെ ഇങ്ങനെ സ്ക്വയർ പീസസ് ആക്കിയിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ചിട്ട് ഒരു ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ട് മാത്രം വളരെ കുറച്ച് നാരങ്ങ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തായിട്ട് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനകത്തേക്ക്. ഇതിലേക്ക് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പും കൂടിയിട്ടാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സാലഡ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ ഒരു റെസിപ്പി, നല്ല അടിപൊളി അല്ലേ. അപ്പോൾ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇനി ഇതിപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിപ്പോൾ അതൊരു ഫ്രിഡ്ജിലേക്ക് വെക്കും. ഇനിയിപ്പോൾ കഴിക്കാൻ നേരത്തെ ഇത് എടുക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഒന്ന് തണുത്തിരിക്കുമ്പോഴതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇതാ നന്നായിട്ട് ഡ്രൈ ആയി കുക്കായി വന്നിട്ടുണ്ട്. ഇതിനിടയ്ക്ക് വെച്ചിട്ട് 1-2 വട്ടം ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ കുക്കായിട്ടുള്ള ഈ ഒരു ചിക്കൻ ഒരു വേറൊരു ബൗളിലേക്ക് കോരി മാറ്റുകയാണ്. ഇനി ഒന്നും കൂടി ഇത് ഉള്ളിയിൽ വഴറ്റിയെടുക്കാനുണ്ട് കേട്ടോ, കുഞ്ഞുള്ളിയിൽ. അപ്പോൾ അത് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പാൻ തന്നെയാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ആ ചിക്കൻ ഒന്ന് പാത്രത്തിൽ നിന്ന് കോരി മാറ്റുകയാണ്.
ചിക്കൻ മാറ്റിയതിന് ശേഷം ആ ഒരു പാനിലേക്ക് കുറച്ചുകൂടി നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കുഞ്ഞുള്ളിയില്ലേ, അതും കുറച്ച് വേപ്പിലയും കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ആ ഒരു ഉള്ളി ചേർത്ത സമയത്ത് ഒരു 1/4 ടീസ്പൂൺ എല്ലാം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗരം മസാല അവസാനം ചേർത്ത് കൊടുക്കാൻ മറന്നുമല്ലേ. അപ്പോൾ അതിനുശേഷം വീണ്ടും നമ്മൾ ആ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 1-2 മിനിറ്റ് എല്ലാം നല്ല ചൂടായ ഈ ഒരു പാനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങനെ ഡ്രൈ ആവണ തരത്തിലല്ല, ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യണ പോലെ ഒന്ന് ആക്കിയെടുക്കുക. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഇത്രയേ ഉള്ളൂ കേട്ടോ റെസിപ്പി. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ഇത്. പിന്നെ അവർ ഇളക്കിയെടുക്കുന്ന സമയത്ത് ചിക്കനൊക്കെ നല്ലോണം വെന്തിട്ട് അതിങ്ങനെ ഇളകി പീസസ് ആയിട്ട് ആ ഒരു മസാലയിൽ ഇങ്ങനെ ആയിട്ടുണ്ടാവും കേട്ടോ. അത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് അത്. അപ്പോൾ ഞാനിതിവിടെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ വെള്ളപ്പത്തിൻ്റെ കൂടെ ഉണ്ടാക്കലുണ്ട്. ഞാൻ അല്ലാണ്ട് വീട്ടിൽ ഉണ്ടാക്കലുണ്ട്. പക്ഷേ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു റെസിപ്പി ഭയങ്കര ഇഷ്ടമാട്ടോ. അത് ഒരുപാട് മസാലയും കാര്യങ്ങളൊന്നും വേറെ എക്സ്ട്രാ ഒന്നും ഇതിൽ ഞാൻ തക്കാളിയോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കൂ. ക്രിസ്മസിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പി ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ എന്തായാലും അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വീണ്ടും വരാം. താങ്ക് യു. ബൈ.